കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 1-ാം സങ്കീർത്തനമാണ്. വളരെ സന്തോഷം തരുന്ന ഒരു സങ്കീർത്തനം. ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന എന്താണ്? അതിൻ്റെ 2-ാം വാക്യമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ലോട്ടറി അടിക്കുമ്പോൾ, നാസയിൽ ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തരപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും ഭാഗ്യവാൻ. സെലിബ്രിറ്റികളെ കണ്ടിട്ട്, അവരുടെ കാറ് മേടിച്ചത് കണ്ടിട്ട്, വിമാനം മേടിച്ചത് കണ്ടിട്ട് ഭാഗ്യവാനെന്ന് നമ്മൾ പറയുമ്പോൾ, എല്ലാം കാണുന്ന ദൈവം പറയുന്നു, എല്ലാം ഉളവാക്കിയ ദൈവം പറയുന്നു ഭാഗ്യവാൻ ആരാണ്? രാത്രിയിലും പകലും വചനത്തെ ധ്യാനിക്കാനൊരു കൃപയുണ്ടെങ്കിൽ അത് ഭാഗ്യമാണെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്, അദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്ന സമയമുണ്ട്. അപ്പോൾ ഈ കടബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് വളരെ ടെൻഷനാണ്. വചനം ധ്യാനിക്കാനൊന്നും പറ്റത്തില്ല, ഭയമായിരുന്നു. കർത്താവ് കൃപ നൽകി, പ്രാർത്ഥിച്ചു, സഭയിൽ പോയി, കടബാധ്യത എന്നെല്ലാം വിടുതൽ നൽകി. പിന്നീട് ഇദ്ദേഹം അവധി ദിവസങ്ങളിലും ഫ്രീ കിട്ടുമ്പോഴെല്ലാം സഭയിൽ വന്ന് ഒരു വായി വിട്ട് ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. അപ്പോഴാണ് സദൃശ്യവാക്യത്തിലൊരു വചനം കാണുന്നത്, നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയിപ്പോകരുത്. വീട്ടുവാൾ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്ത് കളവാൻ ഇടവരുത്തുന്നത് എന്തിന്? കൈയടിക്കുന്നവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമൊന്നല്ല. ഞാൻ നിനക്ക് ഉത്തരവാദി എന്നും പറഞ്ഞ് കൈയടിച്ച് സത്യം ചെയ്യുന്ന കൂട്ടത്തിലോ, ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലോ, അല്ലെങ്കിൽ കടക്കാരനാകുക എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ കീഴിൽ നിന്ന് മെത്ത എടുത്ത് കളയാൻ ഇടവരും എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്ന് വചനം ധ്യാനിക്കാൻ പറ്റുകയില്ല. അപ്പോൾ വചനം ധ്യാനിച്ചാൽ വചനം ദൈവമായതുകൊണ്ട് അത് വലിയ ഭാഗ്യമാണ്. നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങൾ ചോദ്യചിഹ്നമായ വിഷയങ്ങളുണ്ട്, ഇച്ഛാഭംഗങ്ങളുള്ള വിഷയങ്ങളുണ്ട്, നിരാശ വരുന്ന കാര്യങ്ങളുണ്ട്. അതിന് മറുപടി ഈ വചനത്തിലുണ്ട്. നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നിനക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും, നിനക്ക് മറ്റുള്ളവരുടെ അസൂയ തോന്നും, ദേഷ്യം തോന്നും, നിനക്ക് നിന്നോട് പക തോന്നും. പക്ഷെ വചനം ധ്യാനിച്ചാലോ, വചനം ദൈവമായതുകൊണ്ട് ദൈവം പറഞ്ഞു തരും. അപ്പോൾ നിനക്ക് സന്തോഷം തോന്നും. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വചനധ്യാനത്തിൽ മാറും. പ്രസൻറ്റ് ടെൻസിൽ നിനക്ക് ജോലിയിലോ, കുടുംബജീവിതത്തിലോ, സഹോദരങ്ങളോടുള്ള ഇടപാടിലോ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിലൊക്കെ ഈ വചനം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ 1-ാം വാക്യം തുടങ്ങുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ നടക്കുന്ന, വചനം ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം, ഈ ആലോചന എവിടെ? മനസ്സിലാണ്, നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ദുഷ്ടൻ്റെ ചിന്ത വന്നാൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ ചിന്ത മാറണമെങ്കിൽ വേറൊരു ചിന്ത വേണ്ടേ? കള്ളുകുടി നിർത്തുന്നവർക്ക് കുടിക്കാൻ വേറെ എന്തെങ്കിലും കൊടുക്കണം. പുകവലി നിർത്തുന്നവർക്ക് വലിക്കാൻ വേറൊരു സാധനം കൊടുക്കും, ദോഷമില്ലാത്തൊരു സാധനം. കാരണം അവർക്കൊരു ഹാബിറ്റായി, കൈ ഇങ്ങനെ വായിലോട്ട് വന്ന് പുക വിടുന്നത് കൊണ്ട് അതിന് വേണ്ടി ഒരു സാധനം, ഇപ്പോൾ പുകയുള്ളൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, പുകവലി നിർത്താൻ സഹായിക്കും. അപ്പോൾ ഇതുപോലെ ദുഷ്ടന്മാരുടെ ആലോചനയെ റീപ്ലേസ് ചെയ്യണം, അകത്താണത്. അങ്ങനെ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നീ പാപികളുടെ വഴിയിൽ നിൽക്കും എന്ന് പറഞ്ഞാൽ ചിന്ത നിന്നെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കും. കണ്ടോ, മനസ്സിലായിരുന്നു, മനസ്സ് നിൻ്റെ ശരീരത്തിലേക്ക് ആക്ഷൻ കൊടുത്തു, സിഗ്നൽ കൊടുത്തു, നിൻ്റെ ശരീരം അതനുസരിച്ച് ആക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നീ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നീ പിന്നെ എവിടെ ഇരിക്കും? നീ ഇരിക്കുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഹസിക്കുക, അല്ലെങ്കിൽ നിനക്ക് നിഗളവും ഗർവവും ബാധിച്ച് നീ എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, നിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് നിഗളം ബാധിച്ചു പോകും. അത് വലിയ സങ്കടകരമാണ്. കാരണം നിൻ്റെ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. അപ്പോൾ നിൻ്റെ അകത്ത് നല്ലൊരു ഉറവുണ്ടായിരുന്നു, അത് ബ്ലോക്കായി. അതിൻ്റെ മുകളിലാണ് ഇവൻ കയറി കസേര ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം ധ്യാനിച്ചാൽ എന്ത് പറ്റും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടത് അവിടെ കിട്ടുന്നല്ലേ. എൻ്റെ ആത്മാവ് ഒരു വൃക്ഷം പോലെയാകും. ഒരു വൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ഒരു മനുഷ്യൻ്റെ അകത്തെ മനുഷ്യൻ, അതായത് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യൻ, ആത്മാവ് ഒരു വൃക്ഷം വളരുന്ന പോലെയാണ് വളരുന്നത്. വെട്ടിയാൽ ശരീരത്തിൻ്റെ പുറത്ത് കൈ വെട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് കൈകെളുത്ത് വരുമോ? ഇല്ല. പക്ഷെ അകത്തെ മനുഷ്യന് അങ്ങനെ ഒരു വെട്ടലോ മുറിവോ അംഗവൈകല്യമൊക്കെ വന്നാലോ അങ്ങനെ ഇല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും
പേടിക്കണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കിളിർത്ത് വരും. മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും അകത്തെ മനുഷ്യൻ്റെ. എപ്പോഴാണ്? ജോബിൻ്റെ പുസ്തകം പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ. എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിള്, സങ്കീർത്തന പുസ്തകം, സദൃശ്യവാക്യങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അതൊക്കെ എന്താണ്? കിണറുകളാണ്, ഉറവുകളാണ്, വെള്ളങ്ങളാണ്. ആ വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ നിൻ്റെ മുറിവുകളൊക്കെ കരിയും. നീ വീണ്ടും തളിർവിടും. നീ വീണ്ടും പെട്ടെന്ന് യഥാസ്ഥാനപ്പെടുവാനുള്ള മാർഗമാണ് വചനം ധ്യാനിക്കുന്നതും സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നതും. ഒരു പിന്മാറ്റക്കാരൻ വലിയ പിന്മാറ്റക്കാരനായി പോകുന്നത് അവൻ സഭായോഗം മുടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സഭായോഗങ്ങളിൽ പങ്കെടുക്കാൻ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുള്ളവർക്ക് TV-യിലൂടെ ആണെങ്കിലും കർത്താവ് അതിനുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു. വീട്ടിലെ സഭായോഗങ്ങൾ കർത്താവ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു. വീട്ടിലെ സഭായോഗങ്ങൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ അകത്ത് ദൈവസ്നേഹമുള്ള ഒരുത്തന്, ലോകത്തിലുള്ള വിശ്വാസികളായ എല്ലാവരെയും തൻ്റെ സഹോദരങ്ങളായി കാണുന്ന ഒരുത്തന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തന്, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ എന്നൊരു സ്വന്തം എന്നൊരു ചിന്ത ഉള്ളവന് വീട്ടിലെ സഭായോഗവും അനുഗ്രഹമാകും. അപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കണ്ടോ, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ എന്താണ്? ഒരു നിസ്സഹായനായ അപ്പൻ എന്നുള്ള കാവ്യഭാഷയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? നിസ്സഹായനായ ഭർത്താവ്. അല്ലെ, ന്യൂ ജനറേഷൻ പിള്ളേർ പറയുന്നത്, ഞങ്ങൾ നിസ്സഹായരായ മക്കളാണ്. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി, അവർക്ക് വേണ്ട പ്രതിബദ്ധത തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു, ഞങ്ങൾക്ക് അവരെ വേണ്ടും വണ്ണം പുലർത്താൻ കഴിഞ്ഞില്ല. എവിടെയാണ് പരിഹാരം? ഇതിനകത്താണുള്ളത്. നീതിമാന്റെ അപ്പൻ അത്യധികം സന്തോഷിക്കും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. വേറെ എവിടെ ഉണ്ട് ഈ കാര്യം? കൺസേൺ നോക്കിക്കുക. നിങ്ങളുടെ അപ്പനും അമ്മയെ നിങ്ങൾ സന്തോഷിപ്പിക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. കാരണം യേശു കർത്താവ് മനുഷ്യനായി വന്നപ്പോൾ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചവനാണ്. നോക്കിക്കുക അല്ലേ, നമ്മൾക്ക് വേണ്ടതെല്ലാം ഉള്ളതാണ് ദൈവവചനം. വേറൊരു പുസ്തകങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ വായിച്ചിട്ട് അതിനു വേണ്ടി ഓടണം. ബൈബിൾ അങ്ങനെയല്ല, വായിക്കുമ്പോൾ തന്നെ അത് ഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ അതിൻ്റെ ജീവൻ നമ്മുടെ വരികയാണ്. ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് നമ്മൾ കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടുന്നത് പോലെ വചനം കഴിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എനർജി കിട്ടുകയാണ്. കൽപ്പന പ്രമാണിക്കാനുള്ള ബലം എവിടെ നിന്നാണ് കിട്ടുന്നത്? ചിന്തകളിൽ നിന്നല്ല കിട്ടുന്നത്, വചനത്തിൽ നിന്നാണ്, വചനധ്യാനത്തിൽ നിന്നാണ് കൽപ്പന പ്രമാണിക്കാനുള്ള ബലം കിട്ടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിൻ്റെ മാറത്ത് ചാരിയിരുന്ന യേശു തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ വിശ്വസിച്ച മനുഷ്യൻ പറയുന്നു, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതൊന്നും അല്ലെന്ന്. എല്ലാവരും പറയുന്നു കർത്താവിൻ്റെ കൽപ്പന ഭാരമാണ്. ഒരു ഭാരവും ഇല്ല. എന്താണ് കാര്യം? ആ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കൽപ്പന ഭാരമുള്ളതല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണ്? ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലം, പലരും കരയുന്നത് നമ്മൾ അറിയുന്നു, ജയിലിൽ കിടക്കുന്നത് നമ്മൾ അറിയുന്നു, കഷ്ടമനുഭവിക്കുന്നത് നമ്മൾ അറിയുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ധനവാന്മാരും ക്രൂരന്മാരും സാധുക്കളെ പീഡിപ്പിക്കുന്നു, നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നു, രക്ഷിക്കേണ്ട അധികാരികൾ ദുഷ്ടന്മാരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. പക്ഷെ നിനക്ക് ഇടപെടാം, സഭയ്ക്ക് ഇടപെടാം, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ദൈവത്തിനറിയാം. അവർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ ദുഷ്ടന്മാരും പാപികളും ഒരു വശത്തും നീതിമാന്മാരും പരമാർത്ഥ ഹൃദയമുള്ളവരും മറുവശത്ത് നിന്നാൽ, ഫിസിക്കൽ വാറല്ല, ഒരാത്മയുദ്ധം ഉണ്ടായാൽ ആര് ജയിക്കും? നീതിമാന്മാരെ ജയിക്കുകയുള്ളൂ. ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചവർ നിൽക്കത്തില്ല, ചിതറിപ്പോകും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദുഷ്ടന്മാർ രണ്ടുപേർ ഒന്നിച്ചുകൂടാതെ വണ്ണം ചിതറിപ്പോകും. ഭൂതങ്ങളൊക്കെ ചിതറിപ്പോകും. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഭൂതങ്ങളുണ്ട്, നമ്മളെ കോപിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന. പൗലോസ് തന്നെ പറഞ്ഞില്ലേ, അപ്പം മായാവികൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മുതിർന്നു വരുമെന്നൊക്കെ പറയുന്നില്ലേ. ആ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ദൈവം നമ്മളെ അറിയുന്നു, നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു. പ്രിയമുള്ളവരെ, വചനം ധ്യാനിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണേലും, ജോലി ചെയ്യുന്നവരാണേലും, ജോലി ഇല്ലാത്തവരാണേലും, ശുശ്രൂഷകരാണേലും, ആരാണെങ്കിലും വചനം ധ്യാനിക്കുക. ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ കടബാധ്യത വന്നു എന്ന് തന്നെ വിചാരിക്കുക. കടബാധ്യത ദൈവം രക്ഷിക്കും. ഒരു തീരുമാനം എടുക്കണം, കർത്താവേ അങ്ങനെ ഈ ഭാരം ഒന്ന് നീക്കി തന്നാൽ ഞാൻ അങ്ങയെ സേവിക്കാം. ഇനി ഞാൻ ടൈം വേസ്റ്റ് ചെയ്യത്തില്ല.
ഞാൻ അങ്ങയുടെ വചനം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതിനുള്ളൊരു വിശപ്പ് തരണമേ. ഈ കടക്കാരുടെ ഭാരവും ശല്യവും എല്ലാം ഒന്ന് നീക്കിക്കളഞ്ഞ്, ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ അസുഖങ്ങളും ടെൻഷനുകളും നീക്കിക്കളഞ്ഞ്, ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും നീക്കിക്കളഞ്ഞ്, കർത്താവെ എനിക്കൊരു സ്വസ്ഥത തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം ധ്യാനിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളെ ഒരു അത്ഭുത മനുഷ്യനാക്കി മാറ്റും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നിങ്ങൾ പറയും. അതെ, യേശുവിനോടുകൂടെ വചനത്തോടുകൂടെ ജീവിതം മനോഹരമാണ്, അത്ഭുതകരമാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.